നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദുഃഖകരം എന്നേ പറയാൻ പറ്റൂ. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലൊരു ലെജൻഡിൻ്റെ വേൾഡ് കപ്പിൽ അവസാന മത്സരമായിട്ട് ഇത് മാറി. കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകും എന്നെല്ലാവരും കരുതിയ നിമിഷത്തിലാണ് മൈക്കൽ മെറീനോയുടെ ആ ഗോൾ പിറക്കുന്നത്. ഫെറാൻ ടോറസ് അതിന് കൊടുത്ത അസിസ്റ്റ്, ആ ഒരു പാസ്, അതൊരു വല്ലാത്ത പാസ്സായിരുന്നു. അത് പോർച്ചുഗലിലെ ഡിഫൻസിനെ കീറി മുറിച്ചു. അതിമനോഹരമായിട്ട് മൈക്കൽ മെറീനോ പന്ത് വലയിലേക്ക് എത്തിച്ചു. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ സ്പെയിനിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ അതേ സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് പോർച്ചുഗലിനെ പരാജയത്തിലേക്കും കൊണ്ടുപോയത്. ക്രൊയേഷ്യക്കെതിരെ മത്സരം വിജയിപ്പിച്ച, അവസാന നിമിഷത്തിൽ ഗോളടിച്ച ടീമിനെ വിജയിപ്പിച്ച ഗോൺസാലോ റാമോസിനെ എന്തുകൊണ്ട് കോച്ച് കളിക്കളത്തിലേക്ക് ഇറക്കിയില്ല എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ കരഞ്ഞു മടങ്ങുന്ന കാഴ്ച നമ്മൾ 2022 ഖത്തറിൽ കണ്ട കാഴ്ചയാണത്. അതിൻ്റെ ഏതാണ്ട് അതുപോലെയുള്ള തനിയാവർത്തനമാണ് നമ്മളിവിടെ USA വെച്ച് കണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇനി വേൾഡ് കപ്പ് കളിക്കാൻ ഉണ്ടാവില്ല എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതാ CR7 വേൾഡ് കപ്പ് യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഹൃദയഭേദകം എന്നേ പറയാനുള്ളൂ, ഡിസ്ബിലീഫ്, അവിശ്വസനീയം എന്നേ പറയാനുള്ളൂ. ആ ഒരു ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ എൻ്റെ ഒരു ഫീൽ അതാണ്. നമ്മളിത് വിശദമായിട്ടുള്ളൊരു റിവ്യൂവിലേക്ക് പോവുകയല്ല, അത് നമുക്ക് ഷിയാബ് സാറേയും കൂട്ടി പോഡ്കാസ്റ്റിൽ വിശദമായിട്ട് ചെയ്യും. ഇത് കളി കഴിയുമ്പോഴുള്ള കുറേ ഫീലിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങ് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഡിസ്ബിലീഫാണ് ആ ഒരു ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ എനിക്കുണ്ടായത്. എക്സ്ട്രാ ടൈം കാത്തിരുന്ന ഒരു ഘട്ടത്തിൽ വല്ലാത്തൊരു അനുഭവമായി പോയി എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഇനി ഈ ഒരു കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ഇറങ്ങി. അതേതോടൊപ്പം മാറ്റം, കഴിഞ്ഞ കളിയിൽ റാഫേൽ ലിയാവോ നന്നായി കളിച്ചതാണ്. എന്നിട്ടും അദ്ദേഹത്തെ ഇറക്കാതെ ജാവോ ഫെലിക്സ്, ബ്രൂണോ ഫെർണാണ്ടസ്, പെഡ്രോ നെറ്റോ എന്നിവർ മുന്നേറ്റത്തിൽ ഇറങ്ങുന്നു. മറുഭാഗത്ത് മൈക്കൽ ഓയർസബാളും ലാമിനെ യമാലും ഡാനി ഓൾമോയും അലക്സ് ബെയ്നയും ഒക്കെ ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കുന്നു. അത് പ്രതീക്ഷിച്ച 11 തന്നെയാണ് സ്പെയിൻ ഇറക്കിയത്. കളിയുടെ ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ നന്നായി കളിച്ചിട്ടുണ്ട്. പോർച്ചുഗലും സ്പെയിനും കട്ടക്ക് നിന്ന ഒരു ആദ്യ പകുതി എന്നാണ് ഞാൻ പറയുക. അതിൽ ഒരു ഘട്ടത്തിൽ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ന്യൂനോ മെൻഡസിൻ്റെ ഭാഗത്തു നിന്ന്. അത് ചെറിയൊരു ഡിഫ്ലക്ഷൻ വന്ന് ബാറിലടിച്ച് മടങ്ങിപ്പോയി. ഒരു എന്താ പറയുക, തണ്ടറസ് ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു അത് ഗോളായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി. ഏതായാലും വളരെ മികച്ച രൂപത്തിൽ രണ്ട് ഭാഗത്തേക്കും ഓപ്പർച്യൂണിറ്റീസ് വന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ അവസരം അവർക്ക് ഓയർസബാൾ ആദ്യം 8ാമത്തെ മിനിറ്റിൽ അവസരം നഷ്ടപ്പെടുത്തുന്നു. ദെൻ ഡിയേഗോ കോസ്റ്റയുടെ സേവ് നമ്മൾ കാണുന്നു 16ാമത്തെ മിനിറ്റിൽ, യമാലിൻ്റെ ഷോട്ട്, ദെൻ ബെയ്നയുടെ ഷോട്ട്. ആ ഒരു ഡബിൾ സേവുകൾ പോർച്ചുഗലിനെ കളിക്കളത്തിൽ നിലനിർത്തുന്നു. ഡാനി ഓൾമോ 31ാമത്തെ മിനിറ്റിൽ അവസരം നഷ്ടപ്പെടുത്തുന്നു. ദെൻ പോർച്ചുഗൽ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകും എന്ന് തോന്നിച്ച നിമിഷങ്ങൾ ആ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ പോയി. ന്യൂനോ മെൻഡസിൻ്റെ ഒരു പവർഫുൾ ഷോട്ട്, അതാണ് നമ്മൾ പറഞ്ഞത്, അത് ക്രോസ് ബാറിൽ അടിച്ചു പോകുന്ന ഒരു കാഴ്ച. ഏതായാലും ആദ്യ പകുതിയിൽ കട്ടക്ക് നിന്ന ഒരു പോരാട്ടം കഴിയുന്നു. രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുക കോച്ചുമാരെന്നുള്ളതാണ് നമ്മൾ നോക്കി നിന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ചൊന്നും പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അവസാനത്തേക്കൊക്കെ വരുമ്പോൾ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ച പോലെ തോന്നി. അത് പക്ഷേ ടീമിന് ഗുണകരമാവാതെ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ രണ്ടാം പകുതിയിലാണ് പോർച്ചുഗലിന് കാര്യങ്ങൾ കൈവിട്ടത് എന്ന് പറയേണ്ടി വരും. എസ്പെഷ്യലി ആ ഒരു അവസാന നിമിഷത്തിൽ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നോക്ക്. 56ാമത്തെ മിനിറ്റിൽ ന്യൂനോ മെൻഡസിന് പകരം സെമഡയെ കൊണ്ടുവരുന്നു. പിന്നെ 71ാമത്തെ മിനിറ്റിൽ ജാവോ കൻസേലോക്ക് പകരം ഡാലോട്ടും ജാവോ ഫെലിക്സിന് പകരം റാഫേൽ ലിയാവോയും വരുന്നു. എന്നാൽ മറുഭാഗത്ത് അലക്സ് ബെയ്നയ്ക്ക് പകരം ടോറസ് വരുന്നു. ആ ടോറസാണ് അവസാനം വിജയത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള അസിസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ പോർച്ചുഗൽ അവസാന ഘട്ടത്തിൽ പെഡ്രോ നെറ്റോക്ക് പകരം ഫ്രാൻസിസ്കോ കോൺസിസാവോയും വിറ്റിഞ്ഞയ്ക്ക് പകരം ബെർണാഡോ സിൽവയും വന്നതോടുകൂടി അവരുടെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ പൂർത്തിയാകുമ്പോൾ അവിശ്വസനീയതയാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് ഗോൺസാലോ റാമോസിനെ കൊണ്ടുവരാതിരുന്നത്? ക്രിസ്ത്യാനോയെ പിൻവലിക്കണമായിരുന്നു. ഇനി പിൻവലിച്ചില്ലെങ്കിലും ഒരു രണ്ടാം സ്ട്രൈക്കർ എന്ന രൂപത്തിലെങ്കിലും ഗോൺസാലോ റാമോസിനെ കൊണ്ടുവരണമായിരുന്നു. അതുണ്ടായില്ല. അതേസമയം 85ാമത്തെ മിനിറ്റിൽ പെഡ്രിക്ക് പകരം റൂയിസും
ഒൽമോക്ക് പകരം മെറീനോയും വന്നു മറുഭാഗത്ത്. അവിടെ കളി തീരുമാനമാകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അവിടെ കളി തീരുമാനമായി. മെറീനോ വന്നിട്ട് വെറും 5 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഗോളടിക്കാൻ സമയമെടുത്തത്. മനോഹരമായ ഒരു നീക്കം, അതിൻ്റെ ഫലമായിട്ട് പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. സോ ഒടുവിൽ കണ്ണീരണിഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങിപ്പോകുന്നു. ഡിസ്ബിലീഫാണ്, ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ബിലീഫാണ് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗലിന് നല്ലൊരു അവസരം ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് സ്കോർഡ് എന്ന രൂപത്തിലായി. പക്ഷേ പെഡ്രോ പോറോയുടെ ഒരു ഡിഫ്ലക്ഷൻ അതിനെ ക്രോസ് ബാറിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ ഗോൾ വഴങ്ങിയതിന് ശേഷവും നല്ലൊരു അവസരം ഉണ്ടായിരുന്നു ബെർണാഡോ സിൽവക്ക്. പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ചെറിയൊരു വ്യത്യാസത്തിലാണ് ആ ബോൾ പുറത്തേക്ക് പോയത്. അവസാനം ഏതാണ്ടൊരു 97-ാം മിനിറ്റിൽ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ. സോ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ പോർച്ചുഗലിന് അനുകൂലമായിട്ട് മാറിയില്ല. ചോദ്യം ബാക്കിയാവുകയാണ്, എന്തുകൊണ്ട് ഗോൺസാലോ റാമോസിനെ ബെഞ്ചിൽ തന്നെ ഇരുത്തി? സബ്സ്റ്റിറ്റ്യൂഷനുകൾ സ്പെയിനായിട്ട് കളി ജയിച്ചപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനുകൾ പോർച്ചുഗലിനെ തിരിച്ചടിയായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.